ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്കൊരു കാർഡ്ബോർഡ് വേണം. ഇതിപ്പോൾ നമ്മൾ പണ്ടത്തെ ഒരു കാർഡ്ബോർഡാണ്, പെട്ടിയാണ്. അതിൽ നമ്മൾ ഇങ്ങനെ അടയ്ക്കാനുള്ള ആ ഒരു 3 പോർഷൻസിൽ അത് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അതാ ഞാനൊരു പോർഷൻ, 2 പോർഷൻ ഓൾറെഡി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പോർഷൻ ഇപ്പോൾ അത് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇത് ഈ അറ്റം മുതൽ കണ്ടോ, മുകളിലത്തെ അറ്റം മുതൽ താഴത്തെ ഈ അറ്റം വരെ എന്ന് വെച്ചാൽ കോണോട് ഈ കോണ് പറയും. അങ്ങനെ നമുക്ക് ഒരു ഇഞ്ചു പോലെ നമുക്ക് ലൈൻ വരയ്ക്കാം. അപ്പോൾ അതാ അങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് ഒരു സൈഡ് മാത്രം വരച്ചാൽ മതി. എന്നിട്ട് ഒരു ത്രികോണ ഷേപ്പ് മുറിക്കാം. മുറിക്കുന്നത് കാണിക്കുന്നില്ല, കാരണം വേറെ ഒന്നുമല്ല, ഇത് നോക്കിയിട്ട് മുറിക്കുമ്പോൾ എൻ്റെ കയ്യിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ഡാർക്ക് പേന വെച്ചിട്ടൊന്ന് വരച്ചിട്ടുണ്ട്. കണ്ടോ, എനിക്ക് നേരെ മുറിക്കാൻ പറ്റില്ല, കയ്യിലേക്ക് അങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഞാനൊന്ന് പോസ് ചെയ്ത് വെച്ച് മുറിച്ചിട്ട് വരാം. അപ്പോൾ കണ്ടോ, നമ്മളിങ്ങനെ ഇഞ്ചു പോലെ വരച്ചില്ല, ഇഞ്ചു പോലെ വരച്ചതിൽ ഒരു ഇതുപോലെ അതാ ഇങ്ങനെയാണ് കേട്ടോ മുറിച്ചെടുക്കേണ്ടത്. അത് നമ്മൾ ബാക്ക് പോർഷനായിട്ടാണ് എടുക്കുന്നത്. ആ ബാക്ക് പോർഷൻ അതുപോലെ മുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ബാക്കത്തെ പോർഷനും ഇതുപോലെ തന്നെ ഇഞ്ചു പോലെ വരയ്ക്കുക. ഇനി ഇതാ അത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കുക. ഈ കോണിലേക്കായുള്ള രീതിയിൽ മുറിച്ചെടുക്കാം. ഇനി ഈ സൈഡ് വേണമെങ്കിൽ മുറിക്കാം, നിർബന്ധമില്ല, വേണമെങ്കിൽ മുറിക്കാം. ഞാൻ എന്നാലും മുറിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മുറിച്ചിട്ട് വരാം കേട്ടോ. വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ബ്ലേഡ് പോവുകയാണ് എന്ന് വെച്ചാൽ നേരെ മുറിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് പോസ് ചെയ്ത് വെച്ച് മുറിക്കുന്നത്. അപ്പോൾ ആ പോർഷനും നമ്മൾ മുറിച്ചു. അപ്പോൾ നമ്മൾ ഇനി ആ ഒരു ഭാഗത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കളർ പേപ്പർ വെച്ച് ഒട്ടിക്കാം, അല്ലെങ്കിൽ നമുക്ക് പെയിൻറ്റൊക്കെ ചെയ്തെടുത്ത് നല്ല ക്യൂട്ടാക്കാം. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളുടെ ഈസി ആയുള്ള ഒരു ബുക്ക് ഹോൾഡറാണ് ഞാൻ ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മുടെ മേശയിൽ കുറേ ബുക്കൊക്കെ ഉണ്ട് വെച്ചാൽ വലിയ കാർഡ്ബോർഡ് വെച്ചിട്ടൊക്കെ ഇത് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ, ഇങ്ങനെ പറിച്ച് വയ്ക്കുന്ന കുറേ സ്ഥലം പോവും. ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ തന്നെ കുറേ സ്ഥലം നമുക്ക് കിട്ടും. നമ്മുടെ സ്റ്റഡി ടേബിളിലും എല്ലാവിടെയും നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ അതാ ഞാൻ എൻ്റെ മേശയിലിരുന്ന് കുറച്ച് ഡിക്ഷണറിയും അതുപോലെ തന്നെ കുറച്ച് ബുക്കുകളും എന്ന് വെച്ചാൽ കഥാബുക്കുകളും ഒരു ഫയലും ഒക്കെ വെച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയായുള്ളൊരു ബുക്ക് ഹോൾഡർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് കുറച്ച് സ്പേസ് മതി, കുറേ സംഭവങ്ങൾ വയ്ക്കാം. ഇനി ഇതിൽ ബുക്ക് വയ്ക്കാം, ഇനി ഇതിൽ കുറേ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൽ വേണമെങ്കിൽ കുറേ ബുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ സൂപ്പറാണ്. ഇപ്പോൾ ഈ ഇങ്ങനെയുള്ള തുറന്ന് വെച്ച ഭാഗം വേണമെങ്കിൽ ഇങ്ങനെ വയ്ക്കാം. നമുക്ക് വേണമെങ്കിൽ മറ്റേ സൈഡ് വേണമെങ്കിലും ഫ്രണ്ടായിട്ട് വയ്ക്കാം, ഈ സൈഡ് വേണമെങ്കിൽ ഫ്രണ്ടായിട്ട് വയ്ക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. അപ്പോൾ ഒരു സൂപ്പറായുള്ളൊരു ബുക്ക് ഹോൾഡറാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാ വീഡിയോ, ഇതാണ് നമ്മുടെ ബുക്ക് ഹോൾഡർ. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു വെച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.